ഹായ് ഗൈസ്, രാജേഷ് പിന്നാടൻ തിരക്കഥ എഴുതി എബി ട്രീസ പോൾ, ആൻഡ്രോ ജോസ് പെരേര എന്നിവർ സംവിധാനം ചെയ്ത ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ ലിറ്റിൽ ഹാർട്സിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോവാം. വായോ. ബാബുരാജാണല്ലോ. മൊത്തത്തിൽ 3 പ്രശ്നമുണ്ട്. 3 പ്രശ്നം? ആദ്യത്തെ വലിയ കുഴപ്പമില്ല, ആണല്ലേ, സെറ്റ് ആയിക്കോളൂ. പാപ്പൻ എന്ന് പറയുന്നൊരു പരമാറിയുണ്ട്, അയാൾ എല്ലാ പ്രശ്നത്തിനും കാണും. ചേട്ടാ 260. 3 വർഷം മിസ്റ്റർ പുഷ്പകണ്ഠമായിരുന്നു ഞാൻ. ഈ മസിലൊക്കെ ഉള്ളൂ, തലയ്ക്ക് വെളിവില്ലാത്തവനാ. എന്റെ കയ്യിൽ നിന്ന് കൊണ്ടാലുണ്ടല്ലോ ഈ പറയുന്ന പാപ്പൻ ഫ്ലാറ്റാ. നമുക്ക് അവരുടെ കല്യാണം കൂടെ നടത്തി കൊടുത്താലോ? ആരാ എന്നെ ഉണ്ടാക്കണ നീ പാപ്പം കാണിച്ചിടാം. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം ഇതെന്നാ ഐഡിയാടാ? ശോശി, നീ ഈ പരീക്ഷണ ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധി കുറഞ്ഞു. കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിയുടെ കുറവുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും നീ എന്നോടൊരു ഐഡിയ ചോദിക്കാതെ ഞാൻ എങ്ങനെ എന്നോടൊരു ഐഡിയ പറയും? സൂപ്പർ സൂപ്പർ അല്ലേ? അപ്പോ 3ാമത്തെ പ്രശ്നം ഇതിന്റെ യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് പിടികിട്ടുകയല്ല. എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കൊച്ചിനെ ലാൻഡ് ചെയ്യിച്ചോ, ബാക്കിയൊക്കെ സിബി സിമ്പിളായിട്ട് ഡീൽ ചെയ്തോളാം. ഞാൻ ജനിച്ച നാട് കൊണ്ട് ഞാൻ ഈ നാട്ടിൽ എന്നെല്ലാം കാണിച്ചുകൊണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നെ വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് പറഞ്ഞു. ഞാൻ പറയാം, പക്ഷെ ആരോടും പറയരുത്. എന്റെ പൊന്നുമാണ് സത്യം, ഒരാളോട് ഞാൻ പറയില്ല. കുഴപ്പമില്ല, കൊള്ളാം. മെമ്പർ രമേശ് 50ാം വാർഡ് എന്നുള്ള അർജുന അശോകന്റെ പടം സംവിധാനം ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇത് സംവിധാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ പടം നിങ്ങൾക്ക് അറിയാം, ചെറിയ ലൈറ്റ് കോമഡീസ് ഒക്കെ ആയിട്ട് രസമുണ്ട്. നമ്മളെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാധാരണ നിമിഷങ്ങളൊക്കെ വെച്ചിട്ടുള്ള പടമാണ്. എന്നുവെച്ചാൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമ്മൾ ഇരുത്തിയ പടമെന്ന് ഞാൻ പറയില്ല, പക്ഷെ വാച്ചബിൾ ആണ്. സിനിമയുടെ ചില പാർട്ടുകൾ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പടമായിരുന്നു. അപ്പൊ ആ പടത്തിന്റെ സംവിധായകർ തന്നെയാണ് ഈ പടത്തിൽ വരുന്നിരിക്കുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു ഫീൽ ആയിരിക്കും തോന്നുന്നത്. ട്രെയിലറും അതേപോലത്തെ ഒരു ഫീൽ ആത്തിരുന്നത്. ഇതിന്റെ ആദ്യം പറയുന്നില്ല എനിക്ക് 3 വിഷമങ്ങളാണുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തണ്ണീർമത്തൻ ജനങ്ങളിൽ ആദ്യം പറഞ്ഞില്ലേ മാത്യു തോമസ് പറയുന്നുണ്ട് എനിക്ക് 3 ദുഃഖങ്ങളാണ്. അതുപോലെ എനിക്ക് തോന്നി ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് കണ്ടപ്പോ. പിന്നെ എനിക്ക് ഇതിൽ നന്നായി തോന്നിയത് ഷൈൻ നിഗത്തിന് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ പൊതുവെ കുറച്ചൊരു എന്താ പറയുക ഇൻട്രോവേർട്ടായ ക്യാരക്ടർ, അല്ലെങ്കിൽ കുറച്ച് വെള്ളടിച്ച് നടക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താ സൈക്കോ. ഇപ്പൊ RDX കണ്ടാൽ ഒരേ അടി ആ ഒരു രീതിയിലൊരു ക്യാരക്ടർ. ഇത് കുറച്ചൊരു കൂളായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ഫീലാണ് ട്രെയിലർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹിമ നമ്പ്യാരും ഷെയ്ൻ നിഗം തമ്മിലുള്ള കോംബോ വീണ്ടും വരുവാണ് RDXന് ശേഷം. സോ ഇതങ്ങനെ ഉണ്ട്, കാണാനുള്ള രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ മുന്നത്തെ 2 പേരുടെ മുന്നത്തെ പണം RDX ആണെന്ന് തോന്നുന്നു. അല്ല മഹിമയുടെ ഇതുണ്ടായിരുന്നു, ജയ് ഗണേഷ് ഉണ്ടായിരുന്നു. ഷെയ്ൻ നിഗത്തിന് RDXന് ശേഷമുള്ള പടമാണ്. ബാബുരാജ് ഉണ്ട്, അതുപോലെ തന്നെ മാലാ പാർവതി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ രഞ്ജി പണിക്കർ ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരു കോമഡിയും കൂടെ തരുന്ന സംഭവങ്ങളാണ് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ. എന്തായാലും കണ്ടു നോക്കാം. മെമ്പർ രമേശൻ 9ാം വാർഡ് കണ്ടൊരു ഫീൽ എനിക്കറിയാം. അതേ ഫീലാണോ അല്ല അതിന് മേലെ ആയിട്ടുണ്ടോ പടം എന്ന് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് നെക്സ്റ്റ് ടൈം ആണ്. അത് വരെ ബൈ ബൈ.